നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു നിർണായക നീക്കത്തിലേക്ക് തന്നെയാണ് NDA കടന്നിരിക്കുന്നത്. അതും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ തന്നെ വിറപ്പിച്ചൊരു നീക്കം. നമുക്കറിയാവുന്നതാണ് NDAയിലേക്ക് 2020യുടെ കടന്നുവരവ്, സാബു ജേക്കബിന്റെ രംഗപ്രവേശം. അത് പല മേഖലകളെയും വലിയ തോതിൽ തന്നെ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. CPMനെ സംബന്ധിച്ച് ഭയപ്പെടുത്തിയ ഒരു നീക്കം കൂടിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ച് കൂടുതൽ നല്ല രീതിയിൽ സംഘടനാപരമായി പ്രവർത്തിക്കാനും കൂടുതൽ ശൃംഖലകൾ വളർത്തിയെടുക്കാനും കഴിഞ്ഞ ഒരു നീക്കം. അതിനിടയിൽ തന്നെ CPMന്റെ കോട്ട പിളർത്താൻ വേണ്ടി കൊല്ലത്ത് തന്നെ ഒരു കടുത്ത പ്രഹരം നൽകാൻ വേണ്ടി സ്റ്റാർ വാല്യൂ കാൻഡിഡേറ്റിനെ ഇറക്കിയാണ് ഒരു അട്ടിമറി നീക്കം നടത്തുന്നത്. നമുക്കേവർക്കും അറിയാം, അഖിൽ മാരാർ കോൺഗ്രസിന്റെ മുഖമായി ഇത്രയും കാലം കണ്ടിരുന്ന ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കാൻ ഒരു തരത്തിലും മടി കാട്ടാത്ത അഖിൽ മാരാർ ശക്തമായ വാക്കുകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഭരണപക്ഷത്തെയും ഉറപ്പിച്ച അഖിൽ അങ്ങനെ രാഷ്ട്രീയ കളരിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. കോൺഗ്രസിൽ ഉറപ്പായും മത്സരിക്കുമെന്നും ഇത്തവണ ഒരു സീറ്റ് ഉണ്ടാകുമെന്നുമുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായി മാറി മറിഞ്ഞിരിക്കുന്നു. സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ NDAയിലേക്കാണ് ചേക്കേറുന്നത്. NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള 2020യിലാണ് ചേരുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനവും കഴിഞ്ഞിരിക്കുന്നു. 2020 നേതാവ് സാബു ജേക്കബിന്റെ സാന്നിധ്യത്തിൽ അഖിൽ മാരാർ പാർട്ടി അംഗത്വം എടുത്തു. അഖിൽ മാരാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു നേരത്തെ പ്രചരിച്ചത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുമായും മുതിർന്ന നേതാക്കളുമായും ഒക്കെ തന്നെ അഖിലിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും ഒക്കെ തന്നെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസിൽ ഒരു ധാരണയാകാതെ അഖിലിനെ പുറങ്കാലിന് തൊഴിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പല നേതാക്കളും നടത്തിയതിന് പിന്നാലെയാണ് ഇനി നാണം കെട്ട് പാർട്ടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് ഒരുപക്ഷെ അഖിൽ തീരുമാനിച്ചിട്ടുണ്ടാകുക. എന്തായിരുന്നാലും NDAയിലേക്കുള്ള ഒരു കടന്നുവരവ് അത് വളരെ ശ്രദ്ധയോടുകൂടി കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് അഖിൽ നടത്തിയിരിക്കുന്നത്. NDA പാളയത്തിലെത്തുമ്പോൾ അഖിലിന് ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിനെ ഒന്നും തന്നെ ഹനിക്കാത്ത രീതിയിൽ, അതിലൊന്നും തന്നെ ഭംഗം വരാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കൊട്ടാരക്കരയിൽ അഖിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി 2020യോടൊപ്പം ചേർന്ന് മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. BJP നടത്തിയ സർവേയുടെ കൂടി പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി ഓരോ മണ്ഡലത്തും എങ്ങനെയായിരിക്കും BJPക്ക് സാധ്യത ഉണ്ടാകുന്നത്, BJPക്ക് ഒരു സാധ്യത കിട്ടണമെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയെ, ഏത് തരത്തിലുള്ള വ്യക്തിയെ നിർത്തണം, അങ്ങനെയൊക്കെയുള്ള പഠനം നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൊട്ടാരക്കരയിൽ ഒരു കരുത്തിനെ നിർത്തണമെന്ന കാര്യത്തിൽ BJPയിൽ തീരുമാനമായതും. അഖിൽ മാരാർ മുന്നണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് അഖിലായിരിക്കുമെന്ന സൂചനകൾ കിട്ടുന്നതും. കൊല്ലം ജില്ലയിൽ അഖിലിന് മത്സരിക്കാൻ താല്പര്യമുള്ള ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. BJPയിൽ ചേരാൻ അഖിൽ നേരത്തെ താല്പര്യമൊന്നും തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. BJPയോട് ചേർന്ന് പോകുന്ന രാഷ്ട്രീയമല്ല തൻ്റേതെന്നായിരുന്നു അഖിൽ മാരാർ ഇതിനു മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അഖിൽ മാരാരെ നേരിട്ട് BJPയിലേക്കല്ലാതെ പക്ഷേ BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നൽകി 2020യിലൂടെ എത്തിച്ചിരിക്കുന്നത്. ഇതൊരു സർജിക്കൽ സ്ട്രൈക്കായി തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം 2020 എന്നാണോ NDA ക്യാമ്പിലേക്ക് എത്തിയത്, NDAയുമായി ലയിച്ചത്, അന്നു മുതൽ തന്നെ ചർച്ച നടന്ന ഒരു വിഷയമായിരുന്നു. BJPയുടെ രാഷ്ട്രീയത്തിനോട് ഒത്തുചേർന്ന് നിൽക്കാൻ കഴിയാത്തവർ പക്ഷേ BJPയുടെ ചില കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്നവർ, അവർക്കൊക്കെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇനി 2020 മാറും. നേരിട്ട് BJPയിലേക്ക് എത്താതെ എന്നാൽ BJPയുമായി പ്രവർത്തിക്കാനുള്ള ഒരവസരം. ഈ രീതിയിൽ തന്നെയാണ് 2020 ഈ സർജിക്കൽ സ്ട്രൈക്കിന് മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. അതിനുവേണ്ട എല്ലാ പിന്തുണയും BJPയും വാഗ്ദാനം ചെയ്യുന്നു. BJPയുടെ ചിഹ്നത്തിൽ, താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ രാഷ്ട്രീയമായി പലതരത്തിലുള്ള പരിമിതികൾ താരത്തിനുണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ടാകും. അതുകൂടാതെ തന്നെ മറ്റു പാർട്ടിയിൽ നിന്നുള്ള വോട്ട് കൂടി അഖിലിന് ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിലൊക്കെ തന്നെ സമാഹരിക്കാനായി കഴിയും. പക്ഷേ BJPയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം പ്രകടിപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്നൊക്കെയുള്ള വിലയിരുത്തൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് 2020 ആകുമ്പോൾ അത്തരത്തിലുള്ള പരിമിതികളൊന്നും തന്നെ മുന്നിൽ കാണുന്നില്ല. വളരെ ധൈര്യപൂർവ്വം തന്നെ അഖിലിന് മത്സരരംഗത്തേക്ക് ഇറങ്ങാനും സാധിക്കും. NDAയുടെ മുന്നണിയുടെ ഭാഗമായി 2020യിലൂടെ അഖിൽ മാരാർ എത്തുമ്പോൾ വികസന രാഷ്ട്രീയ ഇമേജ് തന്നെ ആയിരിക്കും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 2020യുടേതായിട്ടുള്ള വോട്ടുകൾ എന്ന രീതിയിൽ സമാഹരിക്കുകയല്ല, മറിച്ച് അഖിൽ മാരാറിൻ്റെതായിട്ടുള്ള വോട്ടുകൾ, മറുഭാഗത്ത് BJPയുടെ വോട്ട് ബാങ്ക്, ഇത് രണ്ടും ഒരുപോലെ ഉപയോഗപ്പെടുത്താനായി അഖിൽ മാരാർക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെ കണക്ക് കൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അഖിൽ പഴയൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്.
കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന ആഗ്രഹം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതും. എന്തായിരുന്നാലും കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന രീതിയിലൊക്കെ തന്നെ പ്രചാരണമുണ്ടായി, വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതൊക്കെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് ചില നേതാക്കൾ കടന്നു വന്നതോടെയാണ് അഖിൽ മാരാരുമായിട്ടുള്ള ആ കോൺഗ്രസ് ബാന്ധവം അവസാനിച്ചതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കൊട്ടാരക്കര സ്വദേശി കൂടിയാണ് അഖിൽ. മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിക്കുന്ന ഒരു സീറ്റ് നൽകി ആ സീറ്റിനെ ലക്ഷ്യം വെച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട, മറിച്ച് തോൽക്കുന്ന ഒരു സീറ്റ്, ജയിക്കാൻ സാധ്യതയില്ലാത്ത, ജയസാധ്യതയില്ലാത്ത ഒരു സീറ്റ് തനിക്ക് നൽകണം എന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേമം, ധർമ്മടം, ചടയമംഗലം അങ്ങനെയുള്ള പല മണ്ഡലങ്ങളും ഇത്തരത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ BJPക്കോ CPMനോ ഒക്കെ തന്നെ മേൽക്കൈ ലഭിക്കുന്ന മണ്ഡലങ്ങളാണ്. കോൺഗ്രസിന് ജയസാധ്യത കൽപ്പിക്കുന്നില്ലെങ്കിൽ പോലും അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു ആർജവം തനിക്കുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ചടയമംഗലത്ത് ഒരു പക്ഷേ അഖിൽ മാരാരെ പരിഗണിച്ചേക്കും, കൊട്ടാരക്കര നൽകില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചില പ്രസ്താവന വന്നിരുന്നു. പക്ഷേ പിന്നീട് നിലപാടുകളൊക്കെ തന്നെ എതിരായി. അഖിലിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അടക്കം വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് BJP ചർച്ച നടത്തിയതും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്ത അഖിലിനെ 2020 ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നേതാക്കളുടെ ചർച്ചയിലൂടെ ഇപ്പോൾ NDA പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നടന്ന ചർച്ചയുടെ ഫലമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. BJPയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിനായി സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ താല്പര്യം അദ്ദേഹത്തിന് ആ രീതിയിലില്ലായിരുന്നു. ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അത് തനിക്ക് ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടക്കാലത്ത് കുറച്ചു കാലം BJP അനുഭാവിയായിരുന്നു അഖിൽ മാരാർ എന്ന രീതിയിൽ പ്രചാരണമുണ്ടായിരുന്നു. BJPയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പിന്നീട് കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പിൽ അഖിലിനെ മത്സരിപ്പിക്കണമെന്ന രീതിയിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചില നീക്കം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസുമാർ അടക്കം UDFുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് നമുക്കറിയാവുന്നതായിരുന്നു. സീറ്റ് ചർച്ചയ്ക്കിടയിൽ ചില പിടലപ്പിണക്കങ്ങൾ അതിനിടയിൽ ഉണ്ടായി എന്ന് വേണം കരുതേണ്ടത്. കൊട്ടാരക്കരയിൽ അഖിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിന് അനുഭാവപൂർവ്വമായി ചിലർ പറഞ്ഞു. എന്നാൽ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അഖിൽ പറഞ്ഞു, കൊട്ടാരക്കര വേണ്ട, മറ്റെവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനും എതിർപ്പ് തന്നെയായിരുന്നു. അതും ജയസാധ്യതയില്ലാത്ത സീറ്റ് ചോദിച്ചിട്ട് പോലും അതിന് സാധ്യത നൽകാത്ത ഒരു പാർട്ടിയോട് സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും അഖിൽ കരുതിയത്. കോൺഗ്രസിൽ സീറ്റില്ലെന്ന് അറിഞ്ഞതോടെ VD സതീശനെതിരെ അടക്കം കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശവും VD സതീശന്റെ പ്രതികരണവും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അത്തരത്തിലുള്ള വിമർശനം. കാന്തപുരത്തിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ബാധിക്കേണ്ടത് രാജ്യം ഭിന്നിപ്പിക്കാൻ നോക്കി നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയാണെന്നും എന്നാൽ അവർ നിശബ്ദരാകുകയും പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാവുകയും ചെയ്യുന്നതാണ് താൻ കണ്ടതെന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. എന്തിനാണ് മുസ്ലിം മത പണ്ഡിതർക്കില്ലാത്ത ആവലാതി ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനുണ്ടാകുന്നത്? തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം മതവും വർഗീയതയും ചർച്ചയാക്കുന്നതിനോട് മുൻപേ തന്നെ എതിരഭിപ്രായമുള്ളയാളാണ് താൻ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ തിരികെ എത്താമെന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയമായി നല്ലതിനല്ല എന്നാണ് അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ നടത്തിയ രഹസ്യ സർവേയിലൊക്കെ തന്നെ അഖിൽ മാരാർക്ക് ഇത്തരം നിലപാടുകൾ അഖിൽ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ യുവാക്കൾക്കിടയിലും ഇനി ഒരു കൂട്ടം നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും പ്രായമുള്ള ആളുകൾക്കിടയിലും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്താനായി കഴിയുന്നുണ്ട്. BJP ഇക്കാര്യം കൃത്യമായി മണത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM കോട്ടയിൽ സ്റ്റാർ വാല്യൂ ഉള്ള ഈ കാൻഡിഡേറ്റിനെ തന്നെ മത്സരിപ്പിക്കണം എന്ന് മനസ്സിലാക്കുന്നതും ഒരു അട്ടിമറി നീക്കം NDA ലക്ഷ്യമിടുന്നതും. അഖിൽ മാരാരുടെ സംസാരവും വാക്ചാതുരിയും എന്തിനോടും പോരടിച്ചു നിൽക്കാനുള്ള കഴിവും അതോടൊപ്പം ടെലിവിഷൻ ഷോയിലൂടെ കിട്ടിയ ജനപ്രീതിയും സോഷ്യൽ മീഡിയയിലുള്ള ആ സാന്നിധ്യവും അതിലെ ഒരു പിൻബലവും വോട്ടായി മാറുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. 2020 കിഴക്കമ്പലത്തിന് പുറത്തേക്ക് വികസിപ്പിക്കാൻ 2020 വേണ്ട വിധത്തിലുള്ള എല്ലാ സംവിധാനവും നൽകാൻ BJP തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ 2020 BJPയും കണക്ക് കൂട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഖിൽ മാരാരെ പോലെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ പാർട്ടിക്കൊപ്പം ചേർന്നാൽ അത് കേരളത്തിൽ ഉടനീളം 2020ക്കും അതുപോലെ BJPക്കും ശ്രദ്ധ കിട്ടും, കൂടുതൽ മേൽക്കൈ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. കിഴക്കമ്പലം മോഡൽ വികസന പദ്ധതി അത് കൊട്ടാരക്കരയും ഉണ്ടാക്കാൻ, ഇനി ഭാവിയിൽ കൊട്ടാരക്കര മോഡൽ എന്ന രീതിയിൽ ചർച്ചയാവാൻ, അത് ചർച്ചയാക്കി എടുക്കാനാണ് നിലവിൽ നീക്കമുണ്ടാകുന്നത്. ഒരു പഴയ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ, ആ ഒരു അനുഭാവം അതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ ആയിരിക്കും അഖിൽ വോട്ടർമാർക്കിടയിലേക്ക് എത്തുന്നത്. ഒരു വിഭാഗം കോൺഗ്രസ് വോട്ടുകൾ NDA പാളയത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. BJP വോട്ടുകൾ അതുപോലെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. LDFന്റെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനായി ഒരുപക്ഷേ
നമുക്കറിയാം കൊട്ടാരക്കരയിലാണെന്നുണ്ടെങ്കിൽ ഐഷ പോറ്റി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ CPM വോട്ടുകൾ വിഘടിക്കാനുള്ളൊരു സാധ്യത അടക്കം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. അത്തരത്തിൽ CPM-നെ തന്നെയാണ് ശരിക്കും അവിടെ പ്രതിരോധത്തിലാക്കുന്നത്. അങ്ങനെ പലവിധ വിഷയങ്ങൾ എടുത്തുകാട്ടി അഖിൽ മാരാർ നടത്തിയിട്ടുള്ള ഇതുവരെയുള്ള ഓരോ സംസാരവും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ തന്നെ വോട്ടായി മാറും, പോരാട്ടം കടുപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അഖിൽ മാരാരുടെ ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടെയാണ് ആരാധകരടക്കം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം വിമർശിക്കുന്നുമുണ്ട്. BJP-യോടോ കോൺഗ്രസിനോടോ നേരിട്ട് ചേരുന്നില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. 2020 എന്ന പ്ലാറ്റ്ഫോം അതിബുദ്ധിപരമായ ഒരു നീക്കമാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയില്ലാത്ത വികസനം എന്ന മുദ്രാവാക്യമാണ് 2020-ക്കുള്ളത്. മാരാരുടെ ശൈലിയും നേരെ വാ നേരെ പോ എന്നുള്ള സ്വഭാവവുമൊക്കെ ഇതുമായി ചേർന്ന് ഒത്തുപോകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. എന്താകും തിരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.